അപ്പൊ കണ്ടവൻ അപ്പാന്ന് വിളിക്കാൻ പറ്റി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനായി. വി ഡി സതീശന്റെ പി ആർ ഞാനാണ്. വി ഡി സതീശന്റെ പി ആർ എല്ലാരും കേട്ടില്ലേ? വി ഡി സതീശന്റെ പി ആർ സായിച്ചേട്ടനാന്ന് പറയുന്നുണ്ട്. ഒരു കാര്യം കൂടി ചോദിക്കാണ്ട് നോണായിരുന്നു. 2 മാസത്തിനുള്ളിൽ നിയമസഭ ഇലക്ഷൻ വരാൻ പോവാണ്. അപ്പൊ കേരളം ആരെയും ഭരിക്കുന്നാണ് തോന്നുന്നത്. വീണ്ടും പിണറായി ഭരണം വരാന്നാണ് സാധ്യത. ഓണയർ ഭരിക്കും. ഇല്ല, കേരളം UDF ഭരണത്തിൽ വരണം. LDF പ്രതിപക്ഷം പോണം. LDF പ്രതിപക്ഷത്താണ്. ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ UDFന്റെ PR സായിച്ചേട്ടൻ ചെയ്യണേന്നുള്ളൊരു വാദം കേൾക്കുന്നുണ്ടല്ലോ. അതെ, വി ഡി സതീശന്റെ പി ആർ ഞാനാണ്. വി ഡി സതീശന്റെ PR എല്ലാരും കേട്ടില്ലേ? വി ഡി സതീശന്റെ PR സായിച്ചേട്ടനാന്ന് പറയുന്നുണ്ട്. അതിനൊരു വാദം നിങ്ങൾ തന്നെ പറഞ്ഞില്ലേ അങ്ങനെ ഒരു വാദം കേട്ടു എന്നുള്ളത്? എന്നോട് ചോദിക്കാൻ പറഞ്ഞു ഒരു PR ആരോ പേര് കൂടുതൽ പറയുന്നുണ്ടെന്ന്. അടുത്ത മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ആരുടെ പേര് പറയണ്ടല്ലോ ഒന്ന്? മുഖ്യമന്ത്രി രമേശ് ചെന്നിത്തലയാന്ന്. അല്ലെങ്കിൽ ഒന്നുമില്ല, രമേശ് ചെന്നിത്തല മുഖ്യമന്ത്രി. അപ്പൊ നിങ്ങൾ UDF കാരനാണല്ലേ? എന്ത് കണ്ടിട്ടാണ് നിങ്ങൾ UDF-ൽ കയറിയത്? ഞാൻ അതിന് മെമ്പർഷിപ്പ് പോലും ഇല്ല. UDF കാരനാവും. അപ്പൊ നിങ്ങൾ എന്തിനാ അവർക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നു? ഞാൻ എല്ലാവർക്കും വേണ്ടി സപ്പോർട്ട് ചെയ്യും, നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യും. ഇപ്പൊ പിണറായി വിജയൻ മറ്റേ കേരള ടൂറിസത്തിനെതിരെ നല്ല പറഞ്ഞു, അപ്പൊ അയാൾ സപ്പോർട്ട് ചെയ്യും. ഈ അഖിൽമാരാര് കൊല്ലത്ത് മത്സരിക്കുന്നതിന്റെ വാർത്തകൾ വരുന്നുണ്ട്, അതിലെന്താണ് പറയാനുള്ളത്? വാർത്തയൊന്നുമില്ല. ഇന്ന് വൈകുന്നേരം ഇങ്ങോട്ട് മറ്റേ ന്യൂസ് വരും, പത്രസമ്മേളനം വരും. അതായത് ഒരു 4-5 ദിവസം മുന്നേ അതിന്റെ ചർച്ചയും പരിപാടിയൊക്കെ കഴിഞ്ഞാണ്. നേരിട്ടൊരു BJP പോണേക്കാൾ നല്ലത് 2020 പോയിട്ട് 2020 ഇപ്പൊ BJP ആണല്ലോ, അപ്പൊ പിന്നെ അത് അങ്ങനെ ചാടിക്കയറാം. അല്ല, മത്സരിച്ച അയാള് നല്ലൊരു രാഷ്ട്രീയ ഭാവി ഉണ്ടായിട്ടുണ്ട്. മത്സരിച്ച എന്താണ് വിജയ സാധ്യത ഉണ്ടോ? അഖിലായതുകൊണ്ട് അങ്ങനെ ഇല്ലാന്ന് പറയാൻ പറ്റില്ല. അഖിൽമാരാർക്ക് പൊളിറ്റിക്സിൽ ഭയങ്കര പൊട്ടൻഷ്യൽ. ആള് നന്നായി സംസാരിക്കുന്ന വലിയൊരു വ്യക്തിയാണല്ലോ. സംസാരല്ല, അയാൾക്ക് പൊളിറ്റിക്കൽ നോളേജ് ഉണ്ട്. അതെ, പിന്നെ പൊളിറ്റിക്സിൽ അറിയാലോ, അങ്ങനെയാണ്. അപ്പൊ കണ്ടവൻ അപ്പാന്ന് വിളിക്കാൻ പറ്റി കഴിഞ്ഞാൽ രാഷ്ട്രീയക്കാരനായി. അങ്ങനെയാണെന്നാണ് സായിച്ചേട്ടൻ പറയുന്നത് അല്ലേ? അങ്ങനെയാണല്ലോ, രാഷ്ട്രീയക്കാരൻ അങ്ങനെയാണല്ലോ. അപ്പൊ കണ്ടവൻ അപ്പാന്ന് വിളിച്ചു കഴിഞ്ഞാൽ മോളിക്ക് പോവാം. എല്ലാ രാഷ്ട്രീയക്കാരും ആരവിടെ അല്ലാത്തുള്ളത്? അഖിൽമാരാരും പിണറായി വിജയനും മോദിയും ഒക്കെ അങ്ങനെ തന്നെ. ആർക്കും ഒരു മാറ്റൊന്നുമില്ല. ഈ 10 വർഷത്തെ പിണറായിയുടെ ഭരണം പോരായ്മ കൊണ്ടാണ് UDF വരണ സാധ്യത പറഞ്ഞത്. ഭരണം പോരാന്നുള്ളത് എനിക്ക് മാത്രല്ലല്ലോ, അനക്കും ഫീൽ ചെയ്യുന്നുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് തന്നെ ഇപ്പൊ ഈ ക്യാമറയും തൂക്കി പിടിച്ച് നടന്നിട്ട് നിങ്ങൾക്ക് ഒരു അസോസിയേഷനോ സാധനം ഉണ്ടാക്കാൻ പറ്റുമോ? നിങ്ങൾക്കൊരു വെൽഫെയർ സംഘടന ഉണ്ടോ? നിങ്ങൾ ചെയ്യുന്നത് തൊഴിലല്ലേ, തൊഴിലായിട്ട് കാണുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും സപ്പോർട്ട് ചെയ്യുന്നുണ്ടോ? ഉണ്ടോ? പറയൂ, ടെൽ മീ. എടാ, ഈ പറയുന്നവർക്ക് തന്നെ വന്നു അവിടെ 50,000-40,000 വെച്ച് PR ഞാൻ തന്നെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. നാണല്ലാത്ത എല്ലാ പാർട്ടിയിലും പോയി എടുക്കുന്നു PR.